യൂറോപ്പിന്റെ സുരക്ഷാ കവചമായ നാറ്റോ ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്കയുടെ ആഗോള സൈനിക നയങ്ങളിൽ വന്ന മാറ്റങ്ങളും പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്ന പുതിയ യുദ്ധ സാഹചര്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളെ വ്യത്യസ്ത ചേരികളിലായി വിഭജിച്ചിരിക്കുകയാണ്. നാറ്റോ മേധാവി മാർക്ക് റൂട്ടെ മുതൽ ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ് വരെയുള്ള പ്രമുഖ നേതാക്കളുടെ പ്രസ്താവനകൾ വിരൽ ചൂണ്ടുന്നത് യൂറോപ്പ് നേരിടുന്ന ഈ അനിശ്ചിതത്വത്തിലേക്കാണ്. അമേരിക്കൻ സൈനിക താവളങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകൾ നടപ്പിലാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ടെന്ന നാറ്റോ മേധാവി മാർക്ക് റൂട്ടെയുടെ വാക്കുകൾ സഖ്യത്തിനുള്ളിലെ സമ്മർദ്ദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. അമേരിക്ക നൽകുന്ന കൃത്യമായ സന്ദേശം ഉൾക്കൊള്ളാൻ യൂറോപ്പ് തയ്യാറായിട്ടുണ്ടെന്നും സൈനികമായ ഒരുക്കങ്ങൾ ഊർജിതമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ ഈ ഐക്യത്തിനു പിന്നിൽ കനത്ത അസ്വസ്ഥതകൾ പുകയുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രീഡറിക് മെർസ് അമേരിക്കയുമായുള്ള ബന്ധം ദൃഢമായി തുടരുമെന്ന് ആവർത്തിക്കുമ്പോഴും ചില നിർണായക വിഷയങ്ങളിൽ വിള്ളലുകൾ പ്രകടമാണ്. പ്രത്യേകിച്ച് ഇറാനെതിരെയുള്ള യുദ്ധതന്ത്രത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുമായി പൂർണ്ണമായി യോജിക്കാൻ ജർമ്മനിക്ക് സാധിക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നിലനിൽക്കെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് അമേരിക്കയെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നത് ജർമ്മനിയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. കൂടുതൽ ആശങ്കാജനകമായ വെളിപ്പെടുത്തൽ നടത്തിയത് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് ആണ്. നാറ്റോ എന്ന സഖ്യം ആഭ്യന്തരമായി ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. സഖ്യകക്ഷികൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന അവിശ്വാസവും ഓരോ രാജ്യവും തങ്ങളുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതും നാറ്റോയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നത അതീവ ഗൗരവമുള്ളതാണ്. സ്പെയിനിന്റെ നിലപാടാണ് യൂറോപ്പിലെ ഭിന്നതയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇറാനെതിരെയോ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കോ വേണ്ടി തങ്ങളുടെ രാജ്യത്തെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പെയിൻ കടുപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഒരു യുദ്ധത്തിന്റെ ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും സമാധാനപരമായ ചർച്ചകളാണ് അനിവാര്യമെന്നും സ്പെയിൻ വ്യക്തമാക്കുന്നു. ഇത് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഇത്രയേറെ ഭിന്നതകൾക്കിടയിലും മറ്റൊരു വിഭാഗം യൂറോപ്യൻ രാജ്യങ്ങൾ സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയും കാണാം. ഗൾഫ് മേഖലയ്ക്ക് സമീപം തങ്ങളുടെ സൈനിക ആസ്തികൾ വിന്യസിക്കാനും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപ്പര്യങ്ങളെ പിന്തുണയ്ക്കാനും ചില രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇത് യൂറോപ്പിനെ തന്നെ രണ്ടായി വിഭജിക്കുന്നതിന് തുല്യമാണ്. ഒരു വിഭാഗം യുദ്ധസന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ മറുവിഭാഗം സമാധാനത്തിനും നിഷ്പക്ഷതയ്ക്കും വേണ്ടി വാദിക്കുന്നു. അമേരിക്കയുടെ സൈനിക നയം മാറുന്നതിനനുസരിച്ച് യൂറോപ്പ് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് ആഗോള സുരക്ഷാ സന്തുലിതാവസ്ഥയെ നേരിട്ട് ബാധിക്കും. നാറ്റോയ്ക്കുള്ളിലെ ഈ ആഭ്യന്തര കലഹം ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും അനുകൂലമായ സാഹചര്യം ഒരുക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഒരു കാലത്ത് അമേരിക്കയുടെ തണലിൽ സുരക്ഷിതമായിരുന്ന യൂറോപ്പ് ഇന്ന് സ്വന്തം സുരക്ഷയും നിലപാടും എങ്ങനെയെന്ന് തീരുമാനിക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ്. നാറ്റോയുടെ ഭാവി എന്നത് ഇപ്പോൾ ഓരോ അംഗരാജ്യത്തിന്റെയും വിട്ടുവീഴ്ചാ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇറാൻ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ യൂറോപ്പിനെ വൻ സാമ്പത്തിക ബാധ്യതകളിലേക്കും സുരക്ഷാ ഭീഷണികളിലേക്കും തള്ളിവിടുമെന്ന ഭയം നിലനിൽക്കുന്നു. ഈ സമ്മർദ്ദം താങ്ങാൻ നാറ്റോയ്ക്ക് കഴിയുമോ അതോ സഖ്യം തകരുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം. നാറ്റോയുടെ ഐക്യം എന്നത് വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. അമേരിക്കയുടെ സൈനിക താൽപ്പര്യങ്ങളും യൂറോപ്പിന്റെ നിലനിൽപ്പും തമ്മിലുള്ള ഈ വടംവലി ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഓരോ രാജ്യവും സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ തകരുന്നത് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ഒരു വലിയ സൈനിക സഖ്യത്തിന്റെ വിശ്വാസ്യതയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.